എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളും ജേതാക്കളും ചില സാഹിത്യകാരന്മാരും അവരുടെ കൃതികളെയൊക്കെ സംബന്ധിച്ചുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമുണ്ടായാൽ മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഇപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കേരള PSC ട്രെൻഡ്സ് എന്ന് മുകളിൽ കാണുന്നത് പോലെ ടൈപ്പ് ചെയ്തുകൊണ്ട് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ പോൾ ടെസ്റ്റുകൾ ദിവസവും ഇടുന്നുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ ഇതാക്കാം, റിവിഷൻ എന്ത് ചെയ്യാം, ഉഷാറാക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഒരു അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എന്താണ്? ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണെന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണെന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം. രണ്ടും എന്താണ്? ശരിയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. ആദ്യമായി പുരസ്കാരം നൽകിയത് 1993 എന്താണ്? അതും ശരിയാണ്. അപ്പോൾ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണെന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയത് വർഷം 1993. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയതെന്നാണ്? 1993. സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപയാണ്. പ്രശസ്തി പത്രവും ഫലകവും ശില്പവും അടങ്ങുന്നതാണെന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം. ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരുടെയോ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണെന്ത്? അവാർഡ്. ആദ്യമായി പുരസ്കാരം നൽകിയത് 1993. അതും എന്താണ്? ശരിയാണ്. അടുത്തത് നോക്കാം. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ONV കുറുപ്പാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. 1993 ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ കവി ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. കവിയല്ല, സാഹിത്യകാരനാരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ONV കുറുപ്പല്ല, ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ള. അപ്പോൾ പ്രസ്താവന 4 തെറ്റ്. 4 തെറ്റെന്താണ്? പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ONV കുറുപ്പാണ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. 1993 പ്രഥമ ONV എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ONV കുറുപ്പല്ല, ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത സുഗതകുമാരിയാണ് 1995. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത വർഷം ശരിയാണ്, പക്ഷേ സുഗതകുമാരിയല്ല, ബാലാമണി അമ്മയാണ്. ആരാണ്? ബാലാമണി അമ്മയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത. 1995. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993. അന്ന് നേടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. കൃത്യം 2 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു വനിത എഴുത്തച്ഛൻ പുരസ്കാരം നേടി. അത് ബാലാമണി അമ്മയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത എന്ന് പറയുന്നത് 1995. അവാർഡ് നൽകി തുടങ്ങി 2ാമത്തെ വർഷം തന്നെ അതൊരു വനിത നേടി. അതാണ് ബാലാമണി അമ്മ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയാണ് എന്ത്? ഇതിൽ തെറ്റ്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രസ്താവനകൾ നോക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് P. വത്സലയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് P. വത്സലയാണ്. അതെന്താണ്? ശരിയാണ്.
ഇപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? പി വത്സലയാണ്. വത്സല ഇപ്പോൾ അടുത്ത് അന്തരിച്ച 2023 ലാസ്റ്റ് അന്തരിച്ച ഒരു കവയിത്രിയാണ് ആര്? പി വത്സല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി അത് നമുക്കിനി വരാനുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് അനുബന്ധമായിട്ട് ഓർത്ത് വെക്കുക. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതു, അതും ശരിയാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തനാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, നോട്ട് ചെയ്യുക. 2021 പി വത്സല, 2022 സേതു, 2023 എസ് കെ വസന്തൻ, പ്രൊഫസർ എസ് കെ വസന്തൻ. അപ്പോൾ ഈ 3 വർഷങ്ങളിൽ നേടിയത് ഓർത്തിരിക്കുക. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2021 ആരാണ്? പി വത്സലയാണ്. 2022 സേതുവാണ്. 2023 അതായത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എസ് കെ വസന്തനാണ്. ആരാണ്? എസ് കെ വസന്തൻ. നമ്മൾ പറഞ്ഞ സമഗ്ര സംഭാവനക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ആ കൃതികൾ പഠിക്കേണ്ട ആവശ്യമില്ല. എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ സമഗ്ര സംഭാവനക്ക് നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 ആദ്യമായി നൽകിയത്. അത് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ലഭിച്ച ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണ്? 1995 ഒരു വനിതയ്ക്ക് ലഭിക്കുന്നത്. ആരാണ്? ബാലാമണി അമ്മയാണ്. ഇനി 2021 പി വത്സലയും 2022 സേതുവും 2023 എസ് കെ വസന്തനുമാണെന്ത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ഇതിലേതെങ്കിലും ഒന്നൊക്കെ ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. നിങ്ങൾക്ക് പിന്നെ വരാൻ പോകുന്ന LDയിൽ ചോദിച്ചില്ലെങ്കിൽ ബാക്കി ഇനി വരാൻ പോകുന്ന ഏത് പരീക്ഷയിലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെറും LD മാത്രമായിട്ട് നോക്കണ്ട. ഇത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണെന്ത് ഇത്. ഇനി അടുത്തൊരു എഴുത്തച്ഛൻ പുരസ്കാരം വരുന്നത് വരെ ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ. അപ്പോൾ 2021 ആരാണ്? പി വത്സല, 2022 സേതു, 2023 എസ് കെ വസന്തൻ. അതങ്ങനെ ഓർത്തിരിക്കുക. ആദ്യ വനിത ബാലാമണി അമ്മയാണ്. 95 ആദ്യം നൽകി തുടങ്ങിയത് 93 അത് നേടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. സമഗ്ര സംഭാവനക്കാണെന്ത് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണെന്ത് അവാർഡ്. ഇത്രയും കാര്യങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം സെറ്റായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തതിലേക്ക് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പ്രൊഫസർ എസ് കെ വസന്തൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കറിയാം 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എസ് കെ വസന്തൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, കാൽപ്പാടുകൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, പാണ്ഡവപുരം. ഇപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പ്രൊഫസർ എസ് കെ വസന്തൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ്? നോക്കാം. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, കാൽപ്പാടുകൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, പാണ്ഡവപുരം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, പാണ്ഡവപുരമാണ്. പാണ്ഡവപുരം ആരുടെ കൃതിയാണ്? സേതുവിൻ്റെ കൃതിയാണ്. സേതുവിൻ്റെ കൃതിയാണ് പാണ്ഡവപുരം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഇത് പാണ്ഡവപുരം എന്ന് പറയുന്നത്. അപ്പോൾ സേതുവിൻ്റെ കൃതിയാണ് പാണ്ഡവപുരം. എസ് കെ വസന്തൻ്റെ കൃതികളാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, കാൽപ്പാടുകൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ എന്നീ കൃതികൾ ആരുടേതാണ്? പ്രൊഫസർ എസ് കെ വസന്തൻ്റേതാണ്. എസ് കെ വസന്തൻ്റെ പ്രത്യേകത 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. ഓപ്ഷൻ ഡി പാണ്ഡവപുരം ആരുടെ കൃതിയാണ്? പാണ്ഡവപുരം സേതുവിൻ്റെ കൃതിയാണ്. ആരുടെ കൃതിയാണ്? സേതുവിൻ്റെ കൃതിയാണ് എന്ത് പാണ്ഡവപുരം എന്ന് പറഞ്ഞത്. സേതു എന്താണ്? സേതുവിനെ കുറിച്ച് നമുക്കിനി പഠിക്കാനുണ്ട്. സേതുവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് പാണ്ഡവപുരം. അപ്പോൾ ഇത് സെറ്റായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. എഴുത്തുകാരനായ സേതുവിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. സേതു മാധവൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ സേതു എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. സേതു മാധവൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ എഴുത്തുകാരനായ സേതുവിനെ സംബന്ധിച്ച് താഴെ പറയുന്നവരിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കൃതിയാണ് അടയാളങ്ങൾ. എന്താണ്? ശരിയാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിക്കൊടുത്ത സേതുവിൻ്റെ കൃതി ഏതാണ്? അടയാളങ്ങളാണ്. ശരിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കഥയാണ് പേടി സ്വപ്നങ്ങൾ. അതും എന്താണ്? ശരിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കഥ ഏതാണ്? പേടി സ്വപ്നങ്ങളാണ്.
ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയ സേതുവിൻ്റെ കൃതിയാണ് പാണ്ഡവപുരം. അതെന്താണ്? തെറ്റാണ്. ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയ സേതുവിൻ്റെ കൃതി പാണ്ഡവപുരമല്ല, മറുപിറവിയാണ്. ഏതാണ്? മറുപിറവിയാണ് എന്ത് ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയ സേതുവിൻ്റെ കൃതി എന്ന് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ നോവലാണ് പാണ്ഡവപുരം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ നോവലാണ് സേതുവിൻ്റെ പാണ്ഡവപുരം. ശരിയാണ്. കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കൃതിയാണ് ചേക്കുട്ടി. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കൃതി ഏതാണ്? ചേക്കുട്ടിയാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുമായി ചേർന്ന് സേതു രചിച്ച കൃതിയാണ് നവഗ്രഹങ്ങളുടെ തടവറ. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുമായി ചേർന്നുകൊണ്ട് സേതു രചിച്ച കൃതി എന്ന് പറയുന്നത് ഏതാണ്? നവഗ്രഹങ്ങളുടെ തടവറ എന്നുള്ള കൃതിയാണ്. നവഗ്രഹങ്ങളുടെ തടവറ എന്നുള്ള കൃതി പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുമായി ചേർന്ന് സേതു രചിച്ച കൃതിയാണ്. അപ്പോൾ സേതുവിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നോക്കാം. തെറ്റായത് നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി ഫാക്റ്റ് നോക്കാം. 1978 എന്ത് സേതുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അതിനർഹമാക്കിയ കൃതി എന്ന് പറയുന്നത് അടയാളങ്ങളാണ്. അപ്പോൾ അടയാളങ്ങൾ എന്ന കൃതിക്കാണ് 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സേതുവിന് ലഭിച്ചത്. ശരിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കഥയാണ് പേടി സ്വപ്നങ്ങൾ. ശരിയാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കഥ ഏതാണ്? കഥയാണ് എന്ത്? പേടി സ്വപ്നങ്ങൾ. നോവലാണ് ഏത്? പാണ്ഡവപുരം. അപ്പോൾ രണ്ടും മാറിയത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കഥ ഏതാണ്? പേടി സ്വപ്നങ്ങളാണ്. നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ പാണ്ഡവപുരമാണ്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കഥ പേടി സ്വപ്നങ്ങളും, നോവല് പാണ്ഡവപുരമാണ്. ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയ സേതുവിൻ്റെ കൃതി ഏതാണ്? പാണ്ഡവപുരമല്ല, ഏതാണ്? മറുപിറവിയാണ്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയ സേതുവിൻ്റെ കൃതി ഏതാണ്? മറുപിറവിയാണ്. ഇനി ബാലസാഹിത്യ അക്കാദമി, കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ചേക്കുട്ടിയാണ്. ചേക്കുട്ടിയാണ് എന്ത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കൃതി. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുമായി ചേർന്ന് സേതു രചിച്ച ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സേതു രചിച്ച കൃതിയാണ് നവഗ്രഹങ്ങളുടെ തടവറ. അപ്പോൾ നവഗ്രഹങ്ങളുടെ തടവറ ആരൊക്കെ ചേർന്നാണ് രചിച്ചത്? സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നാണ് രചിച്ചത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. സേതുവിൻ്റെ 1978 എന്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്. ആ കൃതി ഏതാണ്? അടയാളങ്ങൾ. അപ്പോൾ അടയാളങ്ങൾ എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്. കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണ്? ചേക്കുട്ടിയാണ്. അപ്പോൾ രണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണെന്ന് വെച്ചാൽ അടയാളങ്ങളാണ്. എന്നാൽ കേന്ദ്ര സാഹിത്യത്തിനുള്ള ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്, ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ചേക്കുട്ടി എന്ന കൃതിക്കാണ്. രണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡുകളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കഥ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് കഥ ഏതാണ്? കരസ്ഥമാക്കിയ കൃതി ഏതാണെന്ന് കഥ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് പേടി സ്വപ്നങ്ങളാണ്. ഇനി അത് നോവൽ ചോദിച്ചാൽ പാണ്ഡവപുരമാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കഥ എന്ന് ചോദിച്ചാൽ ഏതാണ്? പേടി സ്വപ്നങ്ങളാണ്. അതുപോലെ അതിൻ്റെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാണ്ഡവപുരമാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി അടയാളങ്ങളാണ്. കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ചേക്കുട്ടിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കഥ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പേടി സ്വപ്നങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ പാണ്ഡവപുരമാണ്. ഇനി ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മറുപിറവിയാണ്. ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മറുപിറവിയാണ്. പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുമായി ചേർന്ന് അദ്ദേഹം രചിച്ച കൃതി എന്ന് പറയുന്നത് നവഗ്രഹങ്ങളുടെ തടവറ. നവഗ്രഹങ്ങളുടെ തടവറ. അപ്പോൾ സേതു എന്ന് പറഞ്ഞാൽ PSCക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. ഇതൊക്കെ എന്താണ്? ഓരോ ഫാക്റ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ചിലതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് ഈ ഒരു പോയിൻ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത നോക്കാം. 2023 നവംബർ 21 അന്തരിച്ച പ്രശസ്തയായ എഴുത്തുകാരി ആരാണ്? 2023 നവംബർ 21 അന്തരിച്ച പ്രശസ്തയായ എഴുത്തുകാരി ആരാണ്? സുഗതകുമാരി, P. വത്സല, ബാലാമണി അമ്മ, ലീല നാലപ്പാട്ട്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, P. വത്സലയാണ്. അപ്പം P. വത്സല അന്തരിച്ചത് 2023 നവംബർ 21 2021 കേരള പിറവി മാസത്തിൽ നവംബർ 21 എന്ത്
പി വത്സല അന്തരിച്ചത്. ഇത് കറണ്ട് അഫയേഴ്സാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ 2023 നവംബർ 21 അന്തരിച്ച കവയത്രി ആരാണ്? പി വത്സലയാണ്. ആരാണ്? പി വത്സല. അപ്പോൾ 2023 നവംബർ 21 അന്തരിച്ച കവയത്രി ആരാണ്? പി വത്സലയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പി വത്സല. ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എഴുത്തച്ഛൻ പുരസ്കാര കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 2021 പി വത്സല, 2022 സേതു, 2023 എസ് കെ വസന്തൻ എന്നിങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പി വത്സല എന്നുള്ളത് എന്താണ്? ശരിയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പി വത്സലയാണ്. ശരിയാണ്. പി വത്സലയുടെ പ്രശസ്തമായ നോവലാണ് നെല്ല്. അതും എന്താണ്? ശരിയാണ്. പി വത്സലയുടെ പ്രശസ്തമായ നോവൽ ഏതാണ്? നെല്ല് എന്നുള്ള നോവൽ അവരുടേതാണ്. പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. എന്താണ്? ശരിയാണ്. അപ്പോൾ പി വത്സലയെ സംബന്ധിച്ചുള്ള ഫാക്റ്റുകളാണ്. അപ്പോൾ പി വത്സല എന്താണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? പി വത്സലയാണ്. അതുപോലെ പി വത്സലയുടെ പ്രശസ്തമായ നോവൽ ഏതാണ്? നെല്ല്. അപ്പോൾ നെല്ല് എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? പി വത്സലയാണ്. പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഇത് നിഴലുറങ്ങുന്ന വഴികൾ. അപ്പോൾ എന്താണ്? അത് ശരിയാണ്. അപ്പോൾ എന്താണ്? ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ പി വത്സല നമ്മൾ പറഞ്ഞു 2023 നവംബർ 21 അന്തരിച്ചത് എന്ന് പറഞ്ഞു. 2021 അവർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അത് അവരുടെ പ്രശസ്തമായ നോവലാണ് ഇത് നെല്ല് എന്നുള്ളത്. അപ്പോൾ പി വത്സലയുടെ പ്രശസ്തമായ നോവലാണ് നെല്ല്. പി വത്സലക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? നിഴലുറങ്ങുന്ന വഴികൾ. അപ്പോൾ നിഴലുറങ്ങുന്ന വഴികളും നെല്ലും ആരുടേതാണ്? പി വത്സലയുടേതാണ്. അപ്പോൾ നെല്ല് അത് അവരുടെ പ്രശസ്തമായ നോവലാണ്. നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്കാണ് അവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതും പി വത്സലക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫാക്റ്റുകൾ പഠിച്ചു. പി വത്സല അന്തരിച്ചത് എന്നാണ്? 2023, അതായത് കഴിഞ്ഞ വർഷം നവംബർ 21 ആര്? പി വത്സല അന്തരിച്ചത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പി വത്സലയുമായി ബന്ധപ്പെട്ട ഫാക്റ്റാണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കൃതികൾ നിഴലുറങ്ങാത്ത വഴികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി. അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രശസ്തമായ നോവലാണെന്ത്? നെല്ല് എന്ന് പറയുന്നത്. ഓടക്കുഴൽ പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഓടക്കുഴൽ പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം പ്രസ്താവനകൾ. മലയാള കവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ. അതെന്താണ്? ശരിയാണ്. മലയാള കവിയായ ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ. ഈ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഓടക്കുഴൽ എന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത്. അപ്പോൾ മലയാള കവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം. ശരിയാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിയായി അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവിനാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. അതും ശരിയാണ്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിയായി അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവിനാണെന്ത്? ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. ശരിയാണ്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. അതും ശരിയാണ്. അപ്പോൾ ഓടക്കുഴൽ അവാർഡിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡാണെന്ത്? ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. അതും ശരിയാണ്. 2021 പുരസ്കാരം നേടിയത് സാറ ജോസഫാണ്. ബുധിനി എന്ന നോവലിനാണ് പുരസ്കാരം. അതും ശരിയാണ്. 2021 പുരസ്കാരം നേടിയത് ആരാണ്? 2021 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് സാറ ജോസഫാണ്. ബുധിനി എന്നുള്ള അവരുടെ കൃതിക്കാണ് സാറ ജോസഫിന് 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ 2022 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് അംബികാസുധൻ മാങ്ങാടാണ്. പ്രാണവായു എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. ഇപ്പോൾ 2021 സാറ ജോസഫിനാണ് ലഭിച്ചത് ഓടക്കുഴൽ അവാർഡ്. ബുധിനി എന്ന കൃതിക്കാണ്. 2022 അംബികാസുധൻ മങ്ങാടനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. പ്രാണവായു എന്ന കൃതിക്കാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി എൻ ഗോപികൃഷ്ണനാണ്. ആർക്കാണ്? പി എൻ ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ് എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്.
ഇപ്പോൾ 2021 സാറ ജോസഫിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കൃതി ഏതാണ്? ബുധിനിയാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ്. പ്രാണവായു എന്ന കൃതിക്കാണ്. 2023 കൃതി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. ഇത് കണക്ട് ചെയ്ത് വെക്കാൻ വളരെ സുഖമാണ്. PN ഗോപികൃഷ്ണൻ എന്ന് നമുക്കറിയാം. കൃഷ്ണൻ എന്താണ്? കൃഷ്ണൻ എപ്പോഴും കയ്യിലൊരു ഓടക്കുഴൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ണന് എപ്പോഴും കയ്യിൽ ഓടക്കുഴൽ ഉണ്ടാകും കൃഷ്ണൻ. അപ്പോൾ PN ഗോപികൃഷ്ണൻ ഓടക്കുഴൽ അവാർഡ് 2023. കവിത മാംസഭോജിയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കവിത മാംസഭോജിയാണ് എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയാണ്. ഓടക്കുഴൽ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. മലയാള കവി G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ്. മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിയായി അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന കൃതിയുടെ ഗ്രന്ഥകർത്താവിനാണിത് അവാർഡ് ലഭിക്കുന്നത്. 2021 ആർക്കാണ് ലഭിച്ചത്? സാറ ജോസഫിനാണ്. കൃതി ഏതാണ്? ബുധിനിയാണ്. 2022 അംബികാസുധൻ മങ്ങാടിനാണ് ലഭിച്ചത്. കൃതി ഏതാണ്? പ്രാണവായുവാണ്. 2023 കഴിഞ്ഞ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. കൃതി ഏതാണ്? അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ കവിത മാംസഭോജിയാണ് എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. വയലാർ പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. വയലാർ പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാം. നോക്കാം. വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ്. ശരിയാണ്. 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ബാലാമണി അമ്മക്കാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കൃതി അഗ്നിസാക്ഷി എന്നത് ശരിയാണ്. 1977 വർഷം ശരിയാണ്. പക്ഷേ ബാലാമണി അമ്മയല്ല. ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. അപ്പോൾ ആദ്യത്തെ വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. 1977 ആദ്യമായിട്ട് വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത്. 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്ക് വയലാർ പുരസ്കാരം ലഭിച്ച കവയത്രി ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. കൃതി ഏതാണ്? അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് 1977 ആദ്യത്തെ വയലാർ പുരസ്കാരം ലഭിച്ചത്. വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ്. അതുപോലെ 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ബാലാമണി അമ്മക്കല്ല, ലളിതാംബിക അന്തർജനത്തിനാണ്. 2021 45ാമത്തെ വയലാർ പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. ശരിയാണ്. കൃതി ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. കൃതി ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പോൾ അതെന്താണ്? ശരിയാണ്. അപ്പോൾ 45ാമത്തെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ 2021 2022 46, 2023 അവസാനം കൊടുത്തത് 47ാമത്തെ പുരസ്കാരമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക എത്രാമത്തെ പുരസ്കാരമാണ് എന്നുള്ളത്. നമ്മളോട് വർഷത്തിന് പകരം ഇത്രാമത്തെ നമ്പർ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2021 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ബെന്യാമിനാണ്. ഏതാണ് കൃതി? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്? 2021 45ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. 2022 46ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചതാർക്കാണ്? എസ് ഹരീഷിനാണ്. കൃതി ഏതാണ്? മീശ എന്നുള്ള കൃതിക്കാണ്. എസ് ഹരീഷിൻ്റെ മീശ എന്നുള്ള കൃതിക്കാണ് 2022 46ാമത്തെ വയലാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2023 47ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ഇപ്പോൾ വയലാർ അവാർഡ് എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണെന്ത് വയലാർ അവാർഡ് എന്ന് പറയുന്നത്. ആദ്യം ലഭിച്ചത് 1977 ആ വയലാർ അവാർഡ് നൽകി തുടങ്ങിയത്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ്. ഏതായിരുന്നു കൃതി? അഗ്നിസാക്ഷിയാണ്. ഇപ്പോൾ 2021 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ്. 45ാമത്തെ വയലാർ അവാർഡാണ് 2021 കൊടുത്തത്. അത് ബെന്യാമിനാണ് ലഭിച്ചത്. നമ്മൾ ആടുജീവിതമൊക്കെ എഴുതിയ അതേ എഴുത്തുകാരനായ ബെന്യാമിനാണ് ലഭിച്ചത് 2021.
ഏത് കൃതിക്കാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് 2021 45ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. 2022 46ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ്. കൃതി ഏതാണ്? മീശ എന്നുള്ള കൃതിയാണ്. അപ്പോൾ എസ് ഹരീഷിന് മീശ എന്നുള്ള കൃതിക്കാണ് 2022 46ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ 2023 47ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചതാർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ഏതാണ് കൃതി? ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിക്ക് 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് 47ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ എന്താണ് ഇതിൽ ഈ ഒരു 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ബാലാമണിയമ്മ എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. ബാലാമണിയമ്മയല്ല, ലളിതാംബിക അന്തർജനമാണ്. കൃതി ഏതാണ്? അഗ്നിസാക്ഷിയാണ്. പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത് അവർക്കാണ്. വർഷം 1977 പിന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ടത് 2021, 22, 23 2021 ബെന്യാമിനാണ്. എത്രാമത്തെ അവാർഡാണെന്ന് വെച്ചാൽ 45ാമത്തേതാണ്. മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ കൃതി. 2022 46ാമത്തെ അവാർഡ് എസ് ഹരീഷ്, കൃതി മീശ. 2023 47ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. പത്മപ്രഭ പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. പത്മപ്രഭ പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. എന്താണ്? ശരിയാണ്. അപ്പോൾ എന്താണ്? ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണെന്ത്? പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണെന്ത്? പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പത്മപ്രഭ പുരസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ? ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ പ്രമുഖനായിരുന്ന MK പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത്. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും അതുപോലെ പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എന്ത്? പത്മപ്രഭ പുരസ്കാരം. അതെന്താണ്? ശരിയാണ്. 1996 ആദ്യമായി പത്മപ്രഭ പുരസ്കാരം നേടിയത് K രാമകൃഷ്ണനാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 1996 എന്ത്? പത്മപ്രഭ പുരസ്കാരം ആദ്യമായി നൽകിയത്. അപ്പോൾ ആദ്യത്തെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? K രാമകൃഷ്ണനല്ല, ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. ആരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. 1996 ആദ്യമായി പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. ആരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്, രാമകൃഷ്ണനല്ല. അപ്പോൾ ഈ മൂന്നാമത്തെ പ്രസ്താവനയാണ് എന്ത്? തെറ്റ്. 2020 23ാമത്തെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അതെന്താണ്? ശരിയാണ്. ഇപ്പോൾ 2020 23ാമത്തെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ശരിയാണ്. അപ്പോൾ 2020 എന്ത്? ശ്രീകുമാരൻ തമ്പി പത്മപ്രഭ പുരസ്കാരം നേടിയത്. അത് 23ാമത്തെ പത്മപ്രഭ പുരസ്കാരമായിരുന്നു. നമ്മൾ വയലാർ അവാർഡ് പറഞ്ഞു. 47ാമത്തെ വയലാർ അവാർഡ് ജേതാവും ശ്രീകുമാരൻ തമ്പിയാണ്. ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിക്ക് 2023 47ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചതാർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ജീവിതം ഒരു പെൻഡുലം. അതേ ശ്രീകുമാരൻ തമ്പിക്ക് തന്നെയാണ് 2020 23ാമത്തെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലെ തെറ്റ് എന്ന് പറയുന്നത് 96 ആദ്യമായി പത്മപ്രഭ പുരസ്കാരം നേടിയത് K കൃഷ്ണനാണ് എന്നുള്ളതാണ്. K കൃഷ്ണനല്ല, ഉണ്ണികൃഷ്ണൻ പുത്തൂരാണെന്ത്? 1996 ആദ്യമായി പത്മപ്രഭ പുരസ്കാരം നേടിയത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാന കൃതികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാന കൃതികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. മനുഷ്യന് ഒരു ആമുഖം, മായാമനുഷ്യൻ, സമുദ്രശില, ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം. ഇതിലേതാണ് സുഭാഷ് ചന്ദ്രൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മായാമനുഷ്യനാണ്. മായാമനുഷ്യൻ എഴുതിയത് ആരാണ്? N പ്രഭാകരനാണ്. മായാമനുഷ്യൻ എഴുതിയത് ആരാണ്? N പ്രഭാകരനാണ്. 2019 ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് ആര്? N പ്രഭാകരൻ.
2019 ഓടക്കുഴൽ അവാർഡ് ജേതാവായ എൻ പ്രഭാകരനാണ് മായാമനുഷ്യൻ എന്ന കൃതി എഴുതിയത്. മായാമനുഷ്യൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 2019 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്. മായാമനുഷ്യനാണ്. മായാമനുഷ്യൻ എഴുതിയത് എൻ പ്രഭാകരനാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? മനുഷ്യന് ഒരു ആമുഖം, സമുദ്രശില, ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം. സുഭാഷ് ചന്ദ്രൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? മനുഷ്യന് ഒരു ആമുഖം, സമുദ്രശില, ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്. മായാമനുഷ്യനാണ്. മായാമനുഷ്യൻ എഴുതിയത് 2019 ഓടക്കുഴൽ ജേതാവായ എൻ പ്രഭാകരനാണ്. അദ്ദേഹത്തിന് ആ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണേത്? മായാമനുഷ്യൻ എന്നുള്ള കൃതി. JCB സാഹിത്യ പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. JCB സാഹിത്യ പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ എഴുത്തുകാരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2018 മുതലാണ് JCB പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ എഴുത്തുകാരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2018 മുതലാണ് JCB പുരസ്കാരം ഏർപ്പെടുത്തിയത്. അതെന്താണ്? ശരിയാണ്. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റു ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ ആയ കൃതികളാണ് പരിഗണിക്കുന്നത്. അതെന്താണ്? ശരിയാണ്. 25 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അതും എന്താണ്? ശരിയാണ്. പുസ്തകം വിവർത്തനം ചെയ്തയാൾക്ക് 10 ലക്ഷം രൂപയും സമ്മാന തുകയായി ലഭിക്കുന്നു. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ JCB പുരസ്കാരത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ JCB പുരസ്കാരം എന്താണ്? ഇന്ത്യൻ എഴുത്തുകാരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2018 മുതലാണ് JCB പുരസ്കാരം ഏർപ്പെടുത്തിയത്. അപ്പോൾ JCB പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2018 എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ എഴുത്തുകാരെ കണ്ടെത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. 2018 മുതലാണ് JCB പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ ആയ കൃതികളാണ് ഇതിനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയ കൃതികളോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ ആയ കൃതികളാണ് JCB പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. JCB പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അതുപോലെ ഫലകവുമാണ് JCB സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. ഇനി ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആൾക്ക് എന്താ ചെയ്യുന്നുണ്ട്? 10 ലക്ഷം രൂപ സമ്മാന തുകയായിട്ട് ലഭിക്കും. ഇപ്പോൾ JCB സാഹിത്യ പുരസ്കാര പ്രകാരം പുസ്തകം വിവർത്തനം ചെയ്തയാൾക്ക് എന്ത് ചെയ്യും? 10 ലക്ഷം രൂപ സമ്മാന തുകയായിട്ട് ലഭിക്കും. ഇപ്പോൾ JCB പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള ഈ ഫാക്റ്റുകൾ ഓർത്തു വെക്കുക. 25 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ്. പുസ്തകം വിവർത്തനം ചെയ്തയാൾക്ക് എന്ത് ചെയ്യും? 10 ലക്ഷം രൂപ സമ്മാന തുകയായിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ എഴുത്തുകാർ ഇംഗ്ലീഷിൽ എഴുതിയതോ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ എഴുതിയത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതോ ആയ കൃതികളെയാണ് JCB സാഹിത്യ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. 2018 മുതലാണ് JCB സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കണം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. 2018 പ്രഥമ JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബെന്യാമിൻ്റെ ജാസ്മിൻ ഡേയ്സ് എന്ന കൃതിക്കായിരുന്നു. അതെന്താണ്? ശരിയാണ്. 2018 പ്രഥമ JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബെന്യാമിൻ്റെ ജാസ്മിൻ ഡേയ്സ് എന്ന കൃതിക്കായിരുന്നു. മുല്ലപ്പൂ നിറമുള്ള പകൽ എന്ന മലയാളം നോവലാണ് ഷഹനാസ് ഹബീബ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന മലയാളം നോവൽ ഷഹനാസ് ഹബീബ് എന്ത് ചെയ്തു? ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. എന്ത് പേരിൽ? ജാസ്മിൻ ഡേയ്സ് എന്ന പേരിൽ. അങ്ങനെ ആ ഒരു ഗ്രന്ഥത്തിനാണ് 2018 പ്രഥമ JCB പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ 2018 പ്രഥമ JCB പുരസ്കാരം ലഭിച്ചത് ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന മലയാള പുസ്തകം ജാസ്മിൻ ഡേയ്സ് എന്ന ഇംഗ്ലീഷിലേക്ക് ഷഹനാസ് ഹബീബ് വിവർത്തനം ചെയ്തു. അതിനാണ് 2018 പ്രഥമ JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. 2020 പുരസ്കാരം S ഹരീഷിൻ്റെ മീശ എന്ന കൃതി ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്തു. അതിനാണ് കിട്ടിയത്. അപ്പോൾ 2020 പുരസ്കാരം കിട്ടിയത് S ഹരീഷിൻ്റെ കൃതിക്കാണ്. മീശ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതി ജയശ്രീ കളത്തിലാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്.
മീശയിലെ പ്രധാന കഥാപാത്രം ആരാണ്? വാവച്ചനാണ്. അപ്പോൾ വാവച്ചൻ എന്ന കഥാപാത്രം ഏത് നോവലിലെന്ന് ചോദിച്ചാൽ മീശ എന്നുള്ള എസ് ഹരീഷിൻ്റെ നോവലിലെ കഥാപാത്രമാണ്. അപ്പോൾ ജയശ്രീ കളത്തിലാണെന്ത് എസ് ഹരീഷിൻ്റെ മീശ എന്നുള്ള ഈ ഒരു നോവൽ എന്ത് ചെയ്തത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അതിനാണ് 2020 സാഹിത്യ JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2018 2020 JCB സാഹിത്യ പുരസ്കാരം 2021 കിട്ടിയത് മലയാളികളുടെ എഴുത്തിനാണ്. മലയാളികളുടെ എഴുത്തുകൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആ ഒരു കൃതിക്കാണ് കിട്ടിയത്. 2021 പുരസ്കാരം M മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്നുള്ള കൃതിക്കാണ്. അതെന്താണ്? ശരിയാണ്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഫാത്തിമ EV നന്ദകുമാർ K. ഫാത്തിമ EV നന്ദകുമാർ K എന്നിവർ ചേർന്ന് വിവർത്തനം ചെയ്ത M മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്നുള്ള കൃതിക്കാണ് 2021 JCB പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. 2021 JCB പുരസ്കാരം M മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഫാത്തിമ EVയും നന്ദകുമാർ Kയുമാണ്. അപ്പോൾ ഫാത്തിമ EV നന്ദകുമാർ K എന്നിവർ ചേർന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത M മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്നുള്ള കൃതിക്കാണ് 2021 JCB പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. 2022 JCB പുരസ്കാരം മുഹമ്മദ് ജവാദ് കൃതി ദ പാരഡൈസ് ഓഫ് ഫുഡ് ഉറുദു ഭാഷ വിവർത്തനം ബാരൻ ഫാറൂഖി. ആ പ്രസ്താവന തെറ്റാണ്. 2022 പുരസ്കാരം ജേതാവ് ആരാണ്? മുഹമ്മദ് ജവാദ് അല്ല, ഖാലിദ് അഹമ്മദാണ്. ആരാണ്? ഖാലിദ് അഹമ്മദാണെന്ത് 2022 JCB പുരസ്കാര ജേതാവ്. അദ്ദേഹം ഉറുദു ഭാഷയിൽ എഴുതിയ ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്നുള്ള പുസ്തകമാണെന്ത് അവാർഡിന് അർഹനായത്. ഇത് വിവർത്തനം ചെയ്തത് ബാരൻ ഫാറൂഖിയാണ്. അപ്പോൾ ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്നുള്ള ഖാലിദ് അഹമ്മദിൻ്റെ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ബാരൻ ഫാറൂഖിയാണ്. ഈ ഒരു കൃതിക്കാണ് 2022 JCB പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2022 JCB പുരസ്കാരം ലഭിച്ചത് ഖാലിദ് അഹമ്മദിൻ്റെ ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്നുള്ള ഉറുദു ഭാഷാ കൃതിക്കാണ്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ബാരൻ ഫാറൂഖിയാണ്. അപ്പോൾ ഇതിലെ മുഹമ്മദ് ജവാദ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. 2022 പുരസ്കാരമാണ്. ദി പാരഡൈസ് ഓഫ് ഫുഡാണ് കൃതി. ഉറുദു ഭാഷയിലാണ് വിവർത്തനം ചെയ്തത്. ബാരൻ ഫാറൂഖിയാണ്. പക്ഷേ എഴുത്തുകാരൻ മുഹമ്മദ് ജവാദ് അല്ല, ഖാലിദ് അഹമ്മദാണ്. ആരാണ്? ഖാലിദ് അഹമ്മദ് അല്ല, ഖാലിദ് ജാവേദാണ് കേട്ടോ. ഖാലിദ് ജാവേദാണ് 2022 ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന ഉറുദു ഭാഷാ കൃതിയുടെ കർത്താവ് ആരാണ്? ഖാലിദ് ജാവേദാണ്. ഖാലിദ് അഹമ്മദ് അല്ല, ഖാലിദ് ജാവേദാണ്. ബാരൻ ഫാറൂഖിയാണെന്ത് ഈ ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ ഖാലിദ് ജാവേദ്. അപ്പോൾ ഇതിലെ അവസാന പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. 2023 JCB പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കും. അപ്പോൾ 2023 അതായത് ലാസ്റ്റ് കൊടുത്ത JCB പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നോക്കാം. 2023 JCB പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. എന്താണ്? ശരിയാണ്. അപ്പോൾ 2023 JCB പുരസ്കാര ജേതാവ് ആരാണ്? പെരുമാൾ മുരുകനാണ്. അപ്പോൾ 2018 ബെന്യാമിൻ, 2020 ആരാണ്? M മുകുന്ദൻ, 2022 ആരാണ്? ഖാലിദ് ജാവേദ്. JCB പുരസ്കാര ജേതാക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ 2023 JCB പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. ആ പ്രസ്താവന ശരിയാണ്. ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡാണ് പുരസ്കാരത്തിന് ലഭിച്ചത്. അപ്പോൾ ആലണ്ട പാച്ചി എന്നുള്ള പെരുമാൾ മുരുകൻ്റെ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് എന്ത് പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. ഇനി ആലണ്ട പാച്ചി ഫയർ ബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ 2023 JCB പുരസ്കാര ജേതാവാരാണ്? പെരുമാൾ മുരുകനാണ്. ആലണ്ട പാച്ചി എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് എന്ത് അവാർഡ് ലഭിച്ചത്. ഈ കൃതി ഇംഗ്ലീഷിലേക്ക് ഫയർ ബേർഡ് എന്ന പേരിൽ ജനനി കണ്ണൻ വിവർത്തനം ചെയ്തു. ഈ ഒരു കൃതിക്കാണ് 2023 JCB പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആലണ്ട പാച്ചി അതിൻ്റെ വിവർത്തനം ഏതാണ്? ഇംഗ്ലീഷ് വിവർത്തനമാണ് ദ ഫയർ ബേർഡ്. വിവർത്തനം ചെയ്തത് ആരാണ്? ജനനി കണ്ണനാണ്. അപ്പോൾ ആലണ്ട പാച്ചി എഴുതിയത് ആരാണ്? പെരുമാൾ മുരുകനാണ്. അപ്പോൾ 2023 JCB അവാർഡ് ജേതാവ് ആരാണ്? പെരുമാൾ മുരുകനാണ്. ആരാണ്? പെരുമാൾ മുരുകനാണ്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. 2023 JCB അവാർഡ് ജേതാവ് ആരാണ്? JCB അവാർഡ് ജേതാവ് അല്ലെങ്കിൽ JCB പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. കൃതി ആലണ്ട പാച്ചിയാണ്.
അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ദ ഫയർ ബേർഡാണ്. ആരാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? ജനനി കണ്ണനാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്, നോട്ട് ചെയ്ത് വെക്കുക. JCB പുരസ്കാരം 2023. 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഇപ്പോൾ 2021 സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. മികച്ച കവിത ഏതാണ്? അൻവർ അലി മെഹബൂബ് എക്സ്പ്രസ്. ശരിയാണ്. ഇപ്പോൾ മെഹബൂബ് എക്സ്പ്രസ്, അൻവർ അലി എന്നുള്ള കവിതയാണ് എന്ത്? മെഹബൂബ് എക്സ്പ്രസിൻ്റെ അൻവർ അലി എന്നുള്ളതാണ് ഇത് മികച്ച കവിതയായി 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മികച്ച നോവലിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഡോക്ടർ ആർ രാജശ്രീക്കും വിനോയ് തോമസിനാണ്. ഡോക്ടർ ആർ രാജശ്രീക്കും വിനോയ് തോമസിനുമാണ് എന്ത് മികച്ച നോവലിനുള്ള അവാർഡ് ലഭിച്ചത്. ശരിയാണ്. മികച്ച ചെറുകഥ ദേവദാസ് BM ആണ്. വഴി കണ്ടുപിടിക്കുന്നവൻ എന്നുള്ള ചെറുകഥക്കാണ് ദേവദാസ് VMന് ചെറുകഥക്കുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ ദേവദാസ് VMൻ്റെ വഴി കണ്ടുപിടിക്കുന്നവർ എന്നുള്ള അതാണ് മികച്ച ചെറുകഥക്കുള്ള സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മികച്ച നാടകം പ്രദീപ് മണ്ടൂർ നമുക്ക് ജീവിതം പറയാം. അപ്പം മികച്ച 2021 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിലെ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? പ്രദീപ് മണ്ടൂറിൻ്റെ നമുക്ക് ജീവിതം പറയാം എന്നുള്ളതാണ്. അപ്പോൾ പ്രദീപ് മണ്ടൂരിനാണ് മികച്ച നാടക രചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത്. സാഹിത്യ വിമർശനം N അജയ്കുമാർ വാക്കിലെ നേരങ്ങൾ. അപ്പം മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള ആ പുരസ്കാരം ലഭിച്ചത് N അജയ്കുമാറിനാണ് വാക്കിലെ നേരങ്ങൾ എന്നുള്ള പുസ്തകത്തിനാണ്. വൈജ്ഞാനിക സാഹിത്യം അയമനൻ ജോൺ. അതെന്താണ്? തെറ്റാണ്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അയമനൻ ജോണിലല്ല, ഡോക്ടർ ഗോപകുമാർ ചോലയിൽക്കാണ്. ഡോക്ടർ ഗോപകുമാർ ചോലയിലാണ് എന്ത് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്, അയമനം ജോണിലല്ല. അപ്പോൾ അതാണ് അതിലെ തെറ്റ്. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രൊഫസർ TJ ജോസഫ് അറ്റുപോകാത്ത ഓർമ്മകൾ ശരിയാണ്. അപ്പോൾ പ്രൊഫസർ TJ ജോസഫിന് എന്ത് ചെയ്തു? ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഏതാണ് കൃതി? അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ള കൃതിയാണ്. അപ്പോൾ TJ ജോസഫ് ആരാണെന്ന് നമ്മൾ ഓർത്തു വെക്കുക. കാരണം ആ ഒരു കോളേജിലെ അധ്യാപകനെ, തൊടുപുഴ കോളേജിൽ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ എന്ത് ചെയ്തു? SDPI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥയുമായിരുന്നു എന്ത് അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആത്മകഥ ജീവചരിത്രം വിഭാഗത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. അടുത്തത് എന്താണ്? 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കളും അവർക്ക് പുരസ്കാരം ലഭിച്ച മേഖലയും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ്. ജീവചരിത്രം ആത്മകഥ M കുഞ്ഞാമൻ എതിര്. ശരിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജീവചരിത്രം ആത്മകഥാ വിഭാഗത്ത് TJ ജോസഫിന് 1 ലഭിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ കുഞ്ഞാമനും M കുഞ്ഞാമനും ലഭിച്ചു. കുഞ്ഞാമനും ലഭിച്ചത് എതിര് എന്നുള്ള ആത്മകഥക്കാണ് ലഭിച്ചത്. TJ ജോസഫിന് അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ള ആത്മകഥക്കാണ്. അപ്പോൾ 2 പേർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ആത്മകഥ ജീവചരിത്രം വിഭാഗത്തിൽ 2 പേർക്കാണ് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. യാത്രാ വിവരണം വേണു നഗ്നരും നരഭോജികളും. ശരിയാണ്. അപ്പോൾ യാത്രാ വിവരണത്തിനുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് വേണുവിനാണ്. നഗ്നരും നരഭോജികളും എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് എന്ത് യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. വിവർത്തനം അയമനം ജോൺ കായൻ. അതും എന്താണ്? ശരിയാണ്. വിവർത്തന വിഭാഗത്തിൽ അയമനം ജോണിനാണ് പുരസ്കാരം ലഭിച്ചത്, കായൻ എന്നുള്ള കൃതിക്കാണ്. ഹാസ്യ സാഹിത്യം ലിസി ഫോർ അന്നമ്മ. അതെന്താണ്? തെറ്റാണ്. ഹാസ്യ സാഹിത്യത്തിന് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ലിസിക്കല്ല, ആൻപാലിക്കാണ്. ആർക്കാണ്? ആൻപാലിക്കാണ് എന്ത് ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് പുരസ്കാരം ലഭിച്ചത് ഫോർ അന്നമ്മ എന്നുള്ള പുസ്തകത്തിനാണ്. ഫോർ അന്നമ്മ എന്നുള്ള കൃതിക്ക് ആൻപാലിക്കാണ് എന്ത് ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 2021 കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ബാലസാഹിത്യം രഘുനാഥ് പാലേരി. ശരിയാണ്. അവർ മൂവരും ഒരു മഴവില്ലും എന്നുള്ള കൃതിക്ക് ബാലസാഹിത്യത്തിന് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പാലേരിക്കാണ്. അപ്പോൾ 2021 കേരള സാഹിത്യ അക്കാദമിക്ക് ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പാലേരിക്കാണ്. അവർ മൂവരും ഒരു മഴവില്ലും എന്നുള്ള കൃതി അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് അവാർഡ് പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കളും അവർക്ക് പുരസ്കാരം ലഭിച്ച മേഖലകളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കണം. നമ്മൾ 2021 പറഞ്ഞു, ഇനി 2022 നോക്കാം.
കവിത NG ഉണ്ണികൃഷ്ണൻ കടലാസു വിദ്യ ശരിയാണ്. അപ്പോൾ കടലാസു വിദ്യ എന്ന കവിതയ്ക്ക് NG ഉണ്ണികൃഷ്ണനാണ് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് NG ഉണ്ണികൃഷ്ണനാണ് കടലാസു വിദ്യ എന്ന കവിതക്കാണ്. നോവല് V ശിനിലാൽ സമ്പർക്ക് ക്രാന്തി. അപ്പോൾ മികച്ച നോവലിനുള്ള 2022 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് V ശിനിലാലിനാണ്. സമ്പർക്ക് ക്രാന്തി എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. ചെറുകഥ PF മാത്യൂസ് മുഴക്കം, അതും ശരിയാണ്. മികച്ച ചെറുകഥക്കുള്ള അവാർഡ് ലഭിച്ചത് PF മാത്യൂസിനാണ്. മുഴക്കം എന്നുള്ള ചെറുകഥക്കാണ് PF മാത്യൂസിന് അവാർഡ് ലഭിച്ചത്, പുരസ്കാരം ലഭിച്ചത്. നാടകം C അനൂപ് കുമരു, അത് തെറ്റാണ്. നാടകം മികച്ച നാടകമായി തിരഞ്ഞെടുത്തത് കുമരു ആണ്. പക്ഷെ അതിൻ്റെ രചയിതാവ് C അനൂപ് അല്ല, ആരാണ്? എമിൽ മാധവിയാണ്. അപ്പോൾ എമിൽ മാധവിക്കാണ് മികച്ച നാടകത്തിനുള്ള പുരസ്കാരം 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. എമിൽ മാധവിക്കാണ് കുമരു എന്നുള്ള നാടകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സാഹിത്യ വിമർശനം S ശാരദക്കുട്ടി എത്ര പ്രേരണകൾ, ശരിയാണ്. മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് S ശാരദക്കുട്ടിക്കാണ്. എത്ര പ്രേരണകൾ എന്നുള്ള കൃതിക്കാണ് അവാർഡ് പുരസ്കാരം ലഭിച്ചത്. ഹാസ്യ സാഹിത്യം ജയന്ത് കാമിച്ചേരിൽ ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ, ശരിയാണ്. ഇപ്പോൾ മികച്ച ഹാസ്യ സാഹിത്യകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയന്ത് കാമിച്ചേരിലാണ്. ഏതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം? ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനാണ് 2022 മികച്ച ഹാസ്യ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ജയന്ത് കാമിച്ചേരിലിന് ലഭിച്ചത്. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഇതിലെ തെറ്റ് നാടകം എന്നുള്ളതാണ്. നാടകം C അനൂപ് അല്ല, നാടകം എമിൽ മാധവിയാണ്. ഏതാണ് നാടകം? കുമരുവാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാതും എന്താണ്? ശരിയാണ്. അടുത്തത് എന്താണ്? വൈജ്ഞാനിക സാഹിത്യം CM മുരളീധരൻ ഭാഷാസൂത്രണം പൊരുളും വഴികളും, അതും എന്താണ്? ശരിയാണ്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള 2022 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് CM മുരളീധരനാണ്. ഭാഷാ ആസൂത്രണം പൊരുളും വഴികളും എന്നുള്ള കൃതിക്കാണ് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം CM മുരളീധരന് ലഭിച്ചത്, ശരിയാണ്. അടുത്തതും എന്താണ്? 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാര ജേതാക്കളും അവർ പുരസ്കാരം ലഭിച്ച മേഖലകളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. വൈജ്ഞാനിക സാഹിത്യം നമ്മൾ നേരത്തെ ഒരാൾ പറഞ്ഞു. വൈജ്ഞാനിക സാഹിത്യത്തിൽ തന്നെ K സേതുരാമൻ IPS ലഭിച്ചിട്ടുണ്ട്. മലയാളി ഒരു ജനിതക വായന എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിക്ക്. അപ്പോൾ വൈജ്ഞാനിക സാഹിത്യത്തിന് 2 പേർക്കാണ് ലഭിച്ചത്. രണ്ടാമത്തെ ആളാണ് ആര്? K സേതുരാമൻ IPS. മലയാളി ഒരു ജനിതക വായന എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ലഭിച്ചത്. ഇനി ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് BRP ഭാസ്കരനാണ്. ന്യൂസ് റൂം എന്നുള്ള കൃതിക്കാണ്. ന്യൂസ് റൂം എന്നുള്ള കൃതിക്ക് BRP ഭാസ്കരനാണ് 2022 ആത്മകഥ ചരിത്രം ജീവചരിത്രം വിഭാഗത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. യാത്രാ വിവരണം ഹരിത സാവിത്രിക്കാണ് ലഭിച്ചത്. മുറിവേറ്റവരുടെ പാതകൾ എന്നുള്ള കൃതിക്ക് ഹരിത സാവിത്രിക്കാണ് മികച്ച യാത്രാ വിവരണത്തിനുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. വിവർത്തനം ഡോക്ടർ K ശ്രീകുമാർ, അതെന്താണ്? തെറ്റാണ്. വിവർത്തനം മികച്ച വിവർത്തനമുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ K ശ്രീകുമാറിനല്ല, K രവികുമാറിനാണ്. ആർക്കാണ്? K രവികുമാറിനാണ്. ബോധിലോർ എന്നുള്ള കൃതിക്കാണ് മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ബോധിലോർ എന്നുള്ള കൃതിക്ക് രവികുമാറിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അതാണ് അതിലെ തെറ്റ്. ബാലസാഹിത്യം ഡോക്ടർ K ശ്രീകുമാർ ചക്കര മാമ്പഴം, ശരിയാണ്. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ K ശ്രീകുമാറിനാണ്. ചക്കര മാമ്പഴം എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്, ശരിയാണ്. അപ്പോൾ എന്താണ് ഇതിലെ തെറ്റ് എന്ന് പറയുന്നത്? വിവർത്തനം ഡോക്ടർ K ശ്രീകുമാർ എന്നുള്ള പ്രസ്താവനയാണ്. അത് K ശ്രീകുമാർ അല്ല, രവികുമാറിനാണ് മികച്ച ബോധിലോർ എന്നുള്ള വിവർത്തന കൃതിക്ക് പുരസ്കാരം ലഭിച്ചത്. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ K ശ്രീകുമാറിനാണ്. ചക്കര മാമ്പഴം എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ 2021-22 കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ച് നമ്മൾ നോക്കി, വിശദമായി തന്നെ നോക്കി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര വിജയിയാണ് EV രാമകൃഷ്ണൻ. കൃതി ഏതാണ്? മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ എന്നുള്ള കൃതി, ശരിയാണ്. അപ്പോൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാരാണ്?
EV രാമകൃഷ്ണനാണ്. മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂരാണ്. അച്ഛൻ്റെ അലമാറ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ശരിയാണ്. അപ്പോൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര വിജയി ആരാണ്? EV രാമകൃഷ്ണനാണ്. മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂറിനാണ്. അച്ഛൻ്റെ അലമാറ എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് പ്രിയ AS ആണ്. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്നുള്ള പുസ്തകത്തിനാണ് കൃതിക്കാണ് ലഭിച്ചത്. ശരിയാണ്. അപ്പോൾ എന്താണ്, എല്ലാം ശരിയാണ്. അപ്പോൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര വിജയി EV രാമകൃഷ്ണനാണ്. മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ എന്നുള്ള കൃതിക്ക് EV രാമകൃഷ്ണനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഈ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഗണേഷ് പുത്തൂരിനാണ്. അച്ഛൻ്റെ അലമാറ എന്നുള്ള കൃതിക്കാണ് ഗണേഷ് പുത്തൂരിന് 2023 യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങളിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ ASനാണ്. ഏതാണ് കൃതി? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്ക് പ്രിയ ASനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ് പ്രൊഫസർ തോമസ് മാത്യു. ആശാൻ്റെ സീതായനം എന്നുള്ള കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ശരിയാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആരാണ്? പ്രൊഫസർ തോമസ് മാത്യു ആണ്. ഏതാണ് കൃതി? ആശാൻ്റെ സീതായനം എന്നുള്ള കൃതിയാണ്. അപ്പോൾ ആശാൻ്റെ സീതായനം എന്നുള്ള കൃതി ആരുടെയാണ്? പ്രൊഫസർ തോമസ് മാത്യുവിൻ്റെയാണ്. ഇപ്പോൾ 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആരാണ്? പ്രൊഫസർ തോമസ് മാത്യു ആണ്. ശരിയാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് S ഹരീഷിനാണ്. ഹൃദയരാഗങ്ങൾ കൃതി. അതെന്താണ്? തെറ്റാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് S ഹരീഷിനല്ല, ജോർജ് ഓണക്കൂറിനാണ്. കൃതി ഏതാണ്? ഹൃദയരാഗങ്ങൾ. അത് ശരിയാണ്. അപ്പോൾ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ജോർജ് ഓണക്കൂറിനാണ്. ഏതാണ് കൃതി? ഹൃദയരാഗങ്ങൾ. അപ്പോൾ S ഹരീഷ് എന്നാണ് തന്നുള്ളത്, അത് തെറ്റാണ്. വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ്. ശരിയാണ്. അപ്പോൾ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ്. എന്താണ്? ശരിയാണ്. 2021 കേന്ദ്ര സാഹിത്യ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് രഘുനാഥ് പാലേരിയാണ്. അവര് മൂവരും ഒരു മഴവില്ലും എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. ശരിയാണ്. അപ്പോൾ 2021 കേന്ദ്ര അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2021 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? രഘുനാഥ് പാലേരിയാണ്. ഏതാണ് കൃതി? അവര് മൂവരും ഒരു മഴവില്ലും. അപ്പോൾ അവര് മൂവരും ഒരു മഴവില്ലും എന്നുള്ള കൃതി ആരുടേതാണ്? രഘുനാഥ് പാലേരിയുടേതാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? രഘുനാഥ് പാലേരിക്കാണ്. ഏത് കൃതിക്കാണ്? അവര് മൂവരും ഒരു മഴവില്ലും എന്നുള്ള കൃതിക്കാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പ്രൊഫസർ തോമസ് മാത്യുവിനാണ്. ഏതാണ് കൃതി? ആശാൻ്റെ സീതായനം എന്നുള്ള കൃതി. ശരിയാണ്. 2021 ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്. S ഹരീഷിനുള്ള ആ പ്രസ്താവനയാണ് തെറ്റ്. കൃതി ഏതാണ്? ഹൃദയരാഗങ്ങൾ. അത് ശരിയാണ്. വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ്. ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ്. ശരിയാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാര ജേതാവ് രഘുനാഥ് പാലേരിയാണ്. ആരാണ്? രഘുനാഥ് പാലേരിയാണ്. ഏതാണ് കൃതി? അവര് മൂവരും ഒരു മഴവില്ലും എന്നുള്ളതാണ് കൃതി. അപ്പോൾ എന്താണ്? ഇതിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. S ഹരീഷിനല്ല, ജോർജ് ഓണക്കൂറിനാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഹൃദയരാഗങ്ങൾ എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. 1,11,111 രൂപയും
പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് വള്ളത്തോൾ പുരസ്കാരം. എന്താണ്? ശരിയാണ്. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത് എത്രയാണ്? സമ്മാന തുക 1,11,111 രൂപയാണ്. അപ്പോൾ 1,11,111 രൂപയാണ് എന്ത് വള്ളത്തോൾ പുരസ്കാര തുക എന്ന് പറയുന്നത്. കൂടാതെ പ്രശസ്തി പത്രവും ഉണ്ട്. 1991 വള്ളത്തോൾ സാഹിത്യ സമിതി പുരസ്കാരം നൽകി തുടങ്ങിയത്. ശരിയാണ്. 1991 മുതലാണ് എന്ത് വള്ളത്തോൾ സാഹിത്യ സമിതി വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത് വള്ളത്തോൾ സാഹിത്യ സമിതിയാണ്. 1991 മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങിയത്. ശരിയാണ്. പാലാ നാരായണൻ നായരാണ് 1991 പ്രഥമ അവാർഡ് ജേതാവ്. ശരിയാണ്. അപ്പോൾ പ്രഥമ വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? പാലാ നാരായണൻ നായരാണ്. 1991 എന്ത് വള്ളത്തോൾ അവാർഡ് വള്ളത്തോൾ സാഹിത്യ സമിതി നൽകി തുടങ്ങിയത്. അപ്പോൾ അതിൽ പ്രഥമ ജേതാവ് ആരാണ്? പാലാ നാരായണൻ നായരാണ്. ശരിയാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് എം മുകുന്ദനല്ല, പോൾ സക്കറിയാണ്. ആരാണ്? പോൾ സക്കറിയാണ്. അപ്പോൾ 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ്? എം മുകുന്ദനല്ല, പോൾ സക്കറിയാണ്. അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് എന്ത്? തെറ്റ്. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കാം. 1,11,111 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത്. 1991 എന്ത് വള്ളത്തോൾ സാഹിത്യ സമിതി പുരസ്കാരം നൽകി തുടങ്ങിയത്. പാലാ നാരായണൻ നായരാണ് 1991 പ്രഥമ വള്ളത്തോൾ പുരസ്കാര ജേതാവ്. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ്. എം മുകുന്ദനല്ല, പോൾ സക്കറിയാണ്. ആരാണ്? പോൾ സക്കറിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത്? തെറ്റ്. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ്? പോൾ സക്കറിയാണ്. ആരാണ്? പോൾ സക്കറിയാണ്. 1,11,113 രൂപ പ്രശസ്തി പത്രം അവാർഡ് 1991 നൽകി തുടങ്ങി. പ്രഥമ അവാർഡ് പാലാ നാരായണൻ നായർക്കാണ്. വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് പുരസ്കാരം നൽകുന്നത്. 2019 ജേതാവ് പോൾ സക്കറിയാണ്, എം മുകുന്ദനല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണത് വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. തകഴി പുരസ്കാരം 2021 ഡോക്ടർ എം ലീലാവതി. ശരിയാണ്. അപ്പോൾ 2021 തകഴി പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. 2022 തകഴി പുരസ്കാരം എം മുകുന്ദൻ. ശരിയാണ്. തകഴി പുരസ്കാരം 2021 ഡോക്ടർ എം ലീലാവതി, 2022 എം മുകുന്ദൻ. ശരിയാണ്. ജ്ഞാനപാന പുരസ്കാരം 2022 സി രാധാകൃഷ്ണൻ. തെറ്റാണ്. ജ്ഞാനപാന പുരസ്കാരം 2022 നേടിയത് സി രാധാകൃഷ്ണൻ അല്ല, കെ ജയകുമാറാണ്. 2022 ജ്ഞാനപാന പുരസ്കാരം നേടിയത് സി രാധാകൃഷ്ണൻ അല്ല, കെ ജയകുമാറാണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് എന്ത്? തെറ്റ്. ജ്ഞാനപാന പുരസ്കാരം 2023 വി മധുസൂദനൻ നായർ. ശരിയാണ്. അപ്പോൾ 2023 ജ്ഞാനപാന പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായരാണ്. ശരിയാണ്. അപ്പോൾ തകഴി പുരസ്കാരം 2021 ഡോക്ടർ എം ലീലാവതി, 2022 എം മുകുന്ദൻ. ശരിയാണ്. ജ്ഞാനപാന പുരസ്കാരം 2022 കെ ജയകുമാറാണ്, സി രാധാകൃഷ്ണനല്ല. അപ്പോൾ അതാണ് തെറ്റ്. 2023 ജ്ഞാനപാന പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായരാണ്. ആരാണ്? വി മധുസൂദനൻ നായരാണ്. അതെന്താണ്? ശരിയാണ്. കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വി മധുസൂദനൻ നായർ, കെ ജയകുമാർ, ടി പത്മനാഭൻ, കെ സച്ചിദാനന്ദൻ. ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ടി പത്മനാഭനാണ്. ടി പത്മനാഭനാണ് എന്ത് കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത്. കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ടി പത്മനാഭനാണ്. ഓപ്ഷൻ സി ടി പത്മനാഭനാണെന്ത് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത്. കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. ആർക്കാണ്? ടി പത്മനാഭൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സമഗ്ര സംഭാവനക്കുള്ള ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സമഗ്ര സംഭാവനക്കുള്ള ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ, കെ സച്ചിദാനന്ദൻ, കെ ജയകുമാർ, ബെന്യാമിൻ. ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദനാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സമഗ്ര സംഭാവനക്കുള്ള ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ സച്ചിദാനന്ദനാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ
IV ദാസ് മികച്ച സമഗ്ര സംഭാവനക്കുള്ള IV ദാസ് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? K. സച്ചിദാനന്ദനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ പ്രഥമ ലൈബ്രറി നിയമസഭാ ലൈബ്രറി പുരസ്കാരം ടി പത്മനാഭനും ലൈബ്രറി കൗൺസിലിൻ്റെ സമഗ്ര സംഭാവനക്കുള്ള IV ദാസ് പുരസ്കാരം ലഭിച്ചത് K. സച്ചിദാനന്ദനാണ്. രണ്ടും മാറിപ്പോകരുത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 2019 മുട്ടത്തി വർക്കി പുരസ്കാരം ലഭിച്ച വ്യക്തി ബെന്യാമിൻ. ശരിയാണ്. 2019 മുട്ടത്തി വർക്കി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ബെന്യാമിനാണ്. 2022 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ടി പത്മനാഭൻ. ശരിയാണ്. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി സി രാധാകൃഷ്ണൻ. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. ഇപ്പോൾ 2019 മുട്ടത്തി വർക്കി പുരസ്കാരം ബെന്യാമിനാണ് ലഭിച്ചത്. ശരിയാണ്. ഇനി ONV പുരസ്കാരങ്ങൾ 2022 ONV പുരസ്കാരം ടി പത്മനാഭൻ, 2023 പുരസ്കാരം സി രാധാകൃഷ്ണൻ. അപ്പോൾ എന്താണ്? രണ്ടും എല്ലാം ശരിയാണ്. അപ്പോൾ 2019 മുട്ടത്തി വർക്കി പുരസ്കാരം ആർക്കാണ്? ബെന്യാമിനാണ്. ONV പുരസ്കാരം 2022 ആർക്കാണ്? ടി പത്മനാഭനാണ്. 2023 ONV പുരസ്കാരം ആർക്കാണ്? സി രാധാകൃഷ്ണൻ. ONV പുരസ്കാരം 2022 ടി പത്മനാഭൻ, 2023 സി രാധാകൃഷ്ണൻ. മുട്ടത്തി വർക്കി പുരസ്കാരം 2019 നേടിയത് ബെന്യാമിനാണ്. അടുത്ത ചോദ്യം നോക്കാം. അവസാനത്തെ ചോദ്യമാണ് ഈ വീഡിയോയിൽ. കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവും കവിയും അധ്യാപകനുമായ ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ്. അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. അഷ്ടവക്രൻ്റെ വീണ്ടു വിചാരങ്ങൾ, ഇന്ത്യ ഗേറ്റ്, ചിതൽ വരും കാലം, എന്നെ കണ്ടുമുട്ടാൻ എനിക്കാവുമോ, ആശാൻ്റെ സീതായനം, ഇവിടെ ഒരു വാക്കും സാന്ത്വനം ആവില്ല. ഇതിലേതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഉത്തരം ഏതാണ്? ആശാൻ്റെ സീതായനമാണ്. ആശാൻ്റെ സീതായനം എന്നാണ് എന്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകം അല്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ സി ആശാൻ്റെ സീതായനമാണെന്ത്? ദേശമംഗലം രാമകൃഷ്ണൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത്. ആശാൻ്റെ സീതായനം പ്രൊഫസർ മാത്യു തോമസിൻ്റെതാണ്. ആരതാണ്? പ്രൊഫസർ മാത്യു തോമസിൻ്റെ കൃതിയാണ് ആശാൻ്റെ സീതായനം. അപ്പോൾ കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവും കവിയും അധ്യാപകനുമായ ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ്റെ കൃതികളാണ് അഷ്ടവക്രൻ്റെ വീണ്ടു വിചാരങ്ങൾ, ഇന്ത്യ ഗേറ്റ്, ചിതൽ വരും കാലം, എന്നെ കണ്ടുമുട്ടാൻ എനിക്കാവുമോ, ഇവിടെ ഒരു വാക്കും സാന്ത്വനം ആവില്ല. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ആശാൻ്റെ സീതായനം പ്രൊഫസർ മാത്യു തോമസിൻ്റെ കൃതിയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത്. 25 ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കലാ, സാഹിത്യം, സാംസ്കാരികം എന്നുള്ള ഭാഗത്തുള്ള വരുന്ന ഒരു കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.